എല്ലാം പറഞ്ഞു കഴിഞ്ഞ് രണ്ടുപേരും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ ഇരുന്നു. അപ്പോഴും രണ്ടുപേരുടെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടുന്നുണ്ടായിരുന്നു. ഏറെ നേരം അവൻ്റെ നെഞ്ചോട് ചേർന്ന് അവൾ അങ്ങനെ തന്നെ ഇരുന്നു. അവനും അവളെ നെഞ്ചോട് ചേർത്ത് അങ്ങനെ തന്നെ ഇരുന്നു. ഒട്ടൊരു നിമിഷത്തിനു ശേഷം ഡെറി അവളുടെ കാതിൽ നാവിനാൽ ഒന്ന് ഒഴിഞ്ഞുകൊണ്ട് അവളെ വിളിച്ചു, പാറു. തീർത്തും വശ്യമായ രീതിയിൽ അവൻ വിളിച്ചതും അവളുടെ ഉടൽ ഒന്ന് വിറച്ചുപോയി. അവളും ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ കിടന്നു. അവളിൽ നിന്ന് യാതൊരു പ്രതികരണവും ഇല്ല എന്നറിഞ്ഞതും ഡെറി അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് അവളെ കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. അവനിൽ നിന്ന് അങ്ങനെയൊരു നീക്കം പ്രതീക്ഷിക്കാത്തതുകൊണ്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു. ഒരു പകപ്പോടെ അവൾ അവനെ വിളിച്ചു, ഇച്ചായ. അവളുടെ വിളി കാതിൽ പതിച്ചതും അവൻ പിന്നെ ഒന്നും നോക്കാതെ അവളുടെ അതരങ്ങൾ കവർന്നു. ആദ്യം ഒന്നു ഞെട്ടിയെങ്കിലും അവളും അവനെ ചേർത്ത് പിടിച്ചു. ഒരുതരം ആവേശത്തോടെ ഡെറി അവളുടെ ഇരു അതരങ്ങളും ആവേശത്തോടെ ചുംബിച്ചു. പതിയെ അവളും അവനെ തിരിച്ചു ചുംബിക്കാൻ തുടങ്ങി. രണ്ടുപേരും ഒരുതരം ആവേശത്തോടെ ചുംബിച്ചുകൊണ്ടിരുന്നു. സമയം നീങ്ങിയതിനനുസരിച്ച് ചുംബന തീവ്രത കൂടി വന്നു. രണ്ടുപേരും അത്രയേറെ ആ നിമിഷം ആസ്വദിച്ചു. സ്ത്രീ അവനെ കൂടുതൽ അവളോട് ചേർത്ത് പിടിച്ചു ചുംബിച്ചുകൊണ്ടേയിരുന്നു. സമയം വീണ്ടും കടന്നുപോയി. ഒടുവിൽ ഇനി തനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായതും അവൾ ശക്തിയിൽ അവൻ്റെ മുടിയിൽ പിടിച്ചു വലിച്ചു. അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലായതും ഡെറി ഒന്നുകൂടി അവളുടെ അതരത്തിൽ അമർത്തി മുത്തിക്കൊണ്ട് അവളിൽ നിന്ന് പിന്മാറി അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തി അങ്ങനെ തന്നെ കിടന്നു. അവൾ ഒന്ന് ഓക്കെ ആകുന്നവരെ ഡെറി അങ്ങനെ തന്നെ കിടന്നു. അവൾ ഓക്കെ ആയതും അവൻ മുഖമുയർത്തി അവളോടായി ചോദിച്ചു, പാറു, നമ്മൾ മനസ്സുകൊണ്ടിപ്പോൾ ഒന്നാണ്. അതുപോലെ എല്ലാ അർത്ഥത്തിലും നീ എൻ്റേത് മാത്രമാകണം. നിനക്ക് സമ്മതമാണോ ശരീരം കൊണ്ട് നമ്മൾ ഒന്നാകുന്നതിന്? നിനക്ക്? എനിക്ക് സമ്മതമാണ്. ഈ ചെകുത്താൻ്റെ വന്യമായ പ്രണയഭാവം അറിയാൻ ഞാൻ അത്രയേറെ ഈ നിമിഷം അത് ആഗ്രഹിക്കുന്നുമുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് സ്ത്രീ അവൻ്റെ അതരങ്ങൾ സ്വന്തമാക്കി. ആദ്യം ഡെറിയൊന്ന് പകച്ചുവെങ്കിലും അവനും ശക്തിയിൽ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾക്കായി അവൻ്റെ അതരം വിട്ടു നൽകി. കണ്ണുകൾ അടച്ച് അതരങ്ങൾ നുണയുന്നവളെ അവൻ നോക്കിക്കിടന്നു. അത്രയും മൃദുലമായാണ് അവൻ്റെ അതരങ്ങൾ അവൾ ചുംബിക്കുന്നത്. പതിയെ അവളുടെ ചുംബനം കുറഞ്ഞു വരുന്നത് മനസ്സിലായതും ഡെറി പതിയെ അവളുടെ ചുംബനം ഏറ്റെടുത്തു. തീർത്തും പതിയെ അവൻ അവളുടെ അതരത്തിൻ്റെ രുചി അറിഞ്ഞു. പതിയെ അവൻ്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടാൻ തുടങ്ങി. സമയം കടന്നുപോയി. പതിയെ അവളുടെ അതരങ്ങളിൽ നിന്ന് വിട്ടകന്ന് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. പ്രാണന്റെ സാമീപ്യമാകുന്നതും കണ്ണുകൾ അടച്ചു കിടന്നവൾ പതിയെ കണ്ണു തുറന്നു നോക്കി. അവളെ നോക്കിക്കൊണ്ട് ഷർട്ടഴിക്കുന്നവനെ അവൾ കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. അവൻ്റെ ഉറച്ച നെഞ്ചിൽ അവളുടെ കണ്ണുകൾ ഓടി നടന്നു. ഷർട്ടഴിച്ച് താഴേക്കിട്ട് ജീൻസ് കൈവച്ചതും അവളൊരു പിടച്ചിലോടെ മുഖം മാറ്റി. അതൊന്ന് നോക്കി അവനിൽ അവശേഷിക്കുന്ന അവസാന വസ്ത്രവും അഴിച്ചു മാറ്റി. അതിനുശേഷം സ്ത്രീക്കൊന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുൻപായി ഡെറി അവളെ ബെഡിലിരുത്തി അവളുടെ തലവഴി ഗൗൺ ഊരി മാറ്റി അവളെ പൂർണ്ണ നഗ്നയാക്കി. അവളെ കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞു. ഇതെല്ലാം പെട്ടെന്ന് നടന്നതുകൊണ്ട് അവളൊരു പകപ്പോടെ അവനെ വിളിച്ചു, ഇച്ചായ. എന്നാൽ അവളുടെ വിളി കേട്ടതും അവൻ ഒന്നും നോക്കാതെ അവളുടെ പല്ലുകൊണ്ട് കടിച്ചു മാറ്റി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി. സ്ത്രീ ബെഡിൽ നിന്ന് ഒന്ന് ഉയർന്നു പോയി. അപ്പോഴേക്കും അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് ബെഡിലേക്ക് തന്നെ കിടത്തി. അവളുടെ ദേഹത്തോട്ട് അവൻ അമർന്നു. അവളും അവനെ കൂടുതൽ അവളോട് ചേർത്ത് പിടിച്ചു. ഒരു പുതപ്പ് പോലെ അവൻ അവളുടെ മേലെ കിടന്നു. ഡെറി അവളുടെ ഇരുമാറുകളും ഒരുപോലെ അവൻ്റെ നാവും പല്ലും കൊണ്ട് രുചിച്ചറിഞ്ഞു. അതിനനുസരിച്ച് അവളിൽ നിന്ന് ശീൽക്കാരങ്ങളും വന്നുകൊണ്ടേയിരുന്നു. പതിയെ അവൻ്റെ ചുണ്ടും നാവും അവളിൽ അലിഞ്ഞു നടന്നു. അവിടെ നിന്ന് അവൻ്റെ മുഖം കഴിഞ്ഞ് താഴേക്ക് പോകുന്നത് കണ്ട് അവൾ ഒരു വിറയലോടെ അവനെ വിളിച്ചു, ഇച്ചായ. വിളിക്കരുത് പാറു, നിന്നിലെല്ലാം എനിക്കറിയണം. തടയരുത് എന്നെ. അത്രയും നേർത്തു പോയിരുന്നു അവൻ്റെ ശബ്ദം. പിന്നെ ഒന്നും നോക്കാതെ അവൻ അവിടേക്ക് മുഖം പൂഴ്ത്തി. അവളെ കൂടുതൽ തളർത്തുന്ന രീതിയിലായിരുന്നു അവൻ്റെ ഓരോ പ്രവൃത്തിയും. സ്ത്രീ ബെഡിൽ കിടന്ന് പിടഞ്ഞു. ഇച്ചായ, മതി. അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഡെറി അവിടെ നിന്ന് ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു, പാറു, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ പോകുക. എൻ്റെ വന്യമായ ഭാവം ഏറ്റുവാങ്ങാൻ നീ തയ്യാറായിക്കോ.
അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളിലേക്ക് പ്രവേശിച്ചു. സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. എന്നാൽ അവളുടെ ആ വേദനയ്ക്ക് ആശ്വാസം എന്നോണം അവൻ്റെ ചുണ്ടുകൾ അവളുടെ അധരത്തെ പൊതിഞ്ഞു. അവളൊന്ന് ഓക്കെ ആകുന്നത് വരെ അവൻ പതിയെ അവളിൽ ചലിച്ചു. പതിയെ പതിയെ അവൻ്റെ വേഗത തുടങ്ങി. ചാറ്റൽ മഴ പോലെ തുടങ്ങിയത് പിന്നെ ഒരു കൊടുങ്കാറ്റായി അവളിൽ പെയ്തുകൊണ്ടിരുന്നു. ഓരോ വട്ടവും ഉയർന്നു താഴുന്നവനെ അത്രയേറെ ഇഷ്ടത്തോടെ അവൾ അവനിലേക്ക് ചേർത്ത് പിടിച്ചു. സമയം കടന്നുപോയി. അപ്പോഴും അവൻ ഒരു അഗ്നി പോലെ അവളിൽ പെയ്തുകൊണ്ടിരുന്നു. അവൻ്റെ പ്രണയം പോലെ തികച്ചും വന്യമായ രീതിയിലായിരുന്നു. ഒടുവിൽ ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ ഇരുവരിലും ഒരുപോലെ സന്തോഷമുണ്ടായിരുന്നു. അവളിൽ നിന്ന് മാറി ബെഡിൽ കിടന്ന് അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോഴും എല്ലാ അർത്ഥത്തിലും തങ്ങളുടെ പ്രണയം മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് ഒന്നായതിൻ്റെ സന്തോഷമായിരുന്നു ഇരുവരിലും.